ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ വഴി എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിൽ വരും, അതേപോലെ നോട്ടിഫിക്കേഷൻ, ഫോണിൽ ഒരു നോട്ടിഫിക്കേഷനും വരും. ഓക്കെ, നോട്ടിഫിക്കേഷൻ അറിയാൻ വേണ്ടി താഴേക്ക് സ്ക്രോൾ ചെയ്തു, രണ്ടെണ്ണം ഉണ്ട്. ഇത് മെയിലാണ്. അതിൻ്റെ തൊട്ട് താഴെ കണ്ട് നോട്ടിഫിക്കേഷൻ ആമസോൺ സെല്ലറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ട്. പ്രൈം ഷിപ്പ് നൗ എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ. ഓക്കെ, അത് വേണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ എന്ത് ചെയ്യും, നിങ്ങളുടെ ഓർഡേഴ്സിൽ വരും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ബാക്ക് അടിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ കൂടാണ്ട് നമുക്ക് മെയിൽ വരും. മെയിൽ വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ, മെയിലിൻ്റെ നോട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ക്രോൾ ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ്. ഓക്കെ, മെയിൽ ഓക്കെ, ഇതിൽ വന്നിരിക്കുന്നതാണ് ഷിപ്പ് നൗ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡെലിവറിയാണ്, അതായത് ആമസോണിൻ്റെ ഈസി ഷിപ്പാണ്. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും എന്നാണ് ഇത് അയച്ചു കൊടുക്കേണ്ട ഡേറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇത് ഓർഡർ ഐ ഡി ഉണ്ട്. അതേപോലെ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഏത് ഐറ്റമാണോ വന്നിരിക്കുന്നത്, അതെന്നാണോ ഓർഡർ വന്ന ഡേറ്റ് അതിവിടെ കാണാൻ പറ്റും. എത്ര ക്വാണ്ടിറ്റിയാണോ അതിവിടെ കാണാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് ആമസോണിൻ്റെ ഫീസ് എത്രയാണോ, ആമസോണിൻ്റെ ഫീസ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് എത്ര രൂപ കയ്യിൽ കിട്ടും എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ ഷെഡ്യൂൾ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം മെയിലിൻ്റെ തൊട്ട് താഴെ നോക്കി കഴിയുമ്പോൾ നമുക്കതറിയാൻ പറ്റും. ഓക്കെ, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ അല്ല നമ്മുടെ വെബ്സൈറ്റിലേക്ക് എന്ത് ചെയ്യും, റീഡയറക്റ്റ് ചെയ്യും പേജ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മെയിൽ നോക്കുക, മെയിൽ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുക. അല്ലെങ്കിൽ നേരത്തെ കാണിച്ച പോലെ എന്ത് ചെയ്യുക, മൊബൈൽ ഫോണിലെ ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്ലിക്കേഷനിലേക്ക് വരിക. ആപ്ലിക്കേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഡാഷ്ബോർഡ് വരും. അതിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ മാനേജ് ഓർഡർ ഉണ്ടാവും. ഓക്കെ, മാനേജ് ഓർഡറിൽ ഇതെല്ലാം കമ്പനിക്ക് കിട്ടിയ ഓർഡറാണ്. ഓക്കെ, കഴിഞ്ഞ ദിവസങ്ങളിൽ കമ്പനിക്ക് കിട്ടിയ ഓർഡറാണ്. ഇതെല്ലാം പിക്കപ്പ്. ഓക്കെ, ഡെലിവേർഡ് ടു ബയർ, അതായത് ഒരു ഓർഡർ പാർട്ടിക്ക് ഡെലിവറി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ കാണിക്കും. ഓക്കെ, അത് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇന്ന് ഹൈദരാബാദിലെ എന്ത് ചെയ്യും, ഈ ഒരു ഐറ്റം ഡെലിവേർഡ്. ഓക്കെ, ഇതെല്ലാം കമ്പനിക്ക് വന്നൊരു ഓർഡറാണ്. ഓക്കെ, ഈ ഷിപ്പഡ് എന്നുണ്ടല്ലോ, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ ഷിപ്പായിട്ട് അയച്ചു കൊടുത്ത ഓർഡറാണ് ഇങ്ങനെ ഷിപ്പഡ് എന്ന് പറഞ്ഞ് കാണിക്കും. സെൽ ഷിപ്പായിട്ട് അയച്ചു കൊടുത്ത DTDC വഴി സെൽ ഷിപ്പായിട്ട് അയച്ചു കൊടുത്ത കൊറിയറാണ്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ വഴി നമുക്ക് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ ഷെഡ്യൂൾ ചെയ്യേണ്ട വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി എന്നാണോ അയച്ചു കൊടുക്കേണ്ട ഡേറ്റ് ഇവിടെ ഉണ്ട്. ട്യൂസ്ഡേ മെയ് 21 അയച്ചു കൊടുക്കണം. ഓക്കെ, അതിന് ഷെഡ്യൂൾ പിക്കപ്പ് കൊടുക്കുക. ഷെഡ്യൂൾ പിക്കപ്പ് കൊടുത്തതിന് ശേഷം പാക്കേജിൻ്റെ ഹൈറ്റ്, വെയിറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. അതിന് ശേഷം എത്രയാണോ അതിൻ്റെ വെയിറ്റ് വരുന്നത്, ഇത് 350 ഗ്രാമാണ്. ഒരു 0 കൂടിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 3.5 കിലോ വരുമ്പോൾ 181 രൂപ ഷിപ്പിംഗ് ചാർജ് കട്ടാവും. അപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വളരെയേറെ ശ്രദ്ധിക്കുക. ഇത് 350 ഗ്രാമാണ് വെയിറ്റ് വരുന്നുള്ളൂ. അതിൽ ഗെറ്റ് പിക്കപ്പ് സ്ലോട്ട് കൊടുത്തു കഴിയുമ്പോൾ ആമസോണിൻ്റെ ഫീസ്, ആമസോണിൻ്റെ ഷിപ്പിംഗ് ചാർജ് ഇവിടെ കാണിക്കും. ഓക്കെ, അതിനുശേഷം തൊട്ട് താഴെ എന്നാണ് ആമസോണിൻ്റെ ആൾക്കാർ വന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റും ടൈമും എല്ലാം ഇവിടെ കാണിക്കും. അതിന് താഴെ തൊട്ട് താഴെ ഷെഡ്യൂൾ പിക്കപ്പ് കണ്ടില്ലേ, ഷെഡ്യൂൾ പിക്കപ്പ്. ആ ഷെഡ്യൂൾ പിക്കപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യും. ഓക്കെ, ഷെഡ്യൂൾ പിക്കപ്പ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഒരു ഇത് കിട്ടും. അതിൽ ഷിപ്പിംഗ് ലേബൽ പ്ലസ് ഇൻവോയ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പ്രിൻ്റ് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ഏതെങ്കിലും ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് അതെന്ത് ചെയ്യുക, അയയ്ക്കുക. ഓക്കെ,
ഈ ഒരു ഇതിലേക്ക് ഞാൻ അയച്ചു. ഓക്കെ, അയച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ ഈ ബാർകോഡ് വരുന്ന ഭാഗമുണ്ടല്ലോ, ഈ ബാർകോഡ് വരുന്ന ഭാഗം നിങ്ങൾ ബോക്സിൻ്റെ മേലെ ഒട്ടിക്കണം. കൊറിയർ ബോക്സിൻ്റെ മേലെ ഒട്ടിക്കുക. പിന്നെയുള്ള ഇൻവോയ്സ് നിങ്ങൾ ജസ്റ്റ് പാക്കേജിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചാൽ മാത്രം മതി. ആമസോണിൻ്റെ ആൾക്കാർ എന്നാണോ വന്ന് കളക്ട് ചെയ്യാന്ന് പറഞ്ഞ് ആ ഡേറ്റിൽ ഇവർ വന്ന് എന്ത് ചെയ്യും, കളക്ട് ചെയ്തോളൂ. ഓക്കെ, ഇതാണ് ഒരു ഓർഡർ മൊബൈൽ ഫോൺ വഴി ഷെഡ്യൂൾ ചെയ്യുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ. ഓക്കെ, താങ്ക് യു.